വെൽക്കം ടു ഷാഹി ഇഫക്ട്. BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ ആരാധകർ പൊതിയുന്നു, ഒപ്പം മാധ്യമ പ്രവർത്തകർ. അർത്ഥത്തിൽ ഈ ലഭിക്കുന്ന സ്നേഹവും ആശീർവാദങ്ങളും ഒക്കെ എൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ തീർച്ചയായിട്ടും അത് വലിയ ആവശ്യമായി നിജമായിരിക്കും. കൂടുതൽ നന്നായി ജനങ്ങളുടെ ഇടപെടാൻ അവരോട് സംബന്ധിക്കാനും ഒക്കെ വലിയ പ്രോത്സാഹനം നൽകാനാണ്. കോൺഗ്രസ് പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് ഞാൻ ചെയ്യുന്നത്. പാർട്ടി ചാനൽ പോകാൻ പറയുകയാണ് ചാനൽ ചായക്കടയിൽ പോയി രാഷ്ട്രീയം നടത്താൻ പറയുന്നത് അത് ചെയ്യും. ഐതിഹാസികമായിട്ടുള്ള വിജയമാണ്. ഈ സംസ്ഥാനത്തെ ജനങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിച്ച് പോളറൈസ്ഡ് പൊളിറ്റിക്സ് കളിച്ച് രാഷ്ട്രീയ വിജയം നേടാൻ വേണ്ടി, തെരഞ്ഞെടുപ്പ് വിജയം നേടാൻ വേണ്ടി CPM-ഉം BJP-യും നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾക്ക് പാലക്കാട്ടെ ജനങ്ങൾ കൊടുത്തിട്ടുള്ള മറുപടി. പിണറായി വിജയനാണ് വാസ്തവത്തിൽ BJP-ക്ക് വേണ്ടി പാലക്കാട് തോന്നുന്നത്. BJP-യുടെ സ്റ്റാർ ക്യാമ്പയിനർ മുഖ്യമന്ത്രി പിണറായി വിജയൻ CPM-ഉം BJP-ക്ക് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ പത്രപരസ്യമാക്കി CPM വയ്ക്കുകയും അതിൻ്റെ പണം BJP ആഫീസിൽ നൽകുന്ന സാഹചര്യം പാലക്കാടുണ്ടായി. അങ്ങനെ സമൂഹത്തെ പോളറൈസ് ചെയ്ത് അപകടകരമായിട്ടുള്ള ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം കളിച്ചിട്ടുള്ള CPM-നും BJP-ക്കും വേണ്ടി കനത്ത പ്രഹരം തന്നെയാണ് പാലക്കാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ നേതാവ്, അദ്ദേഹം സംസ്ഥാനത്തെ ജനവിരുദ്ധ സർക്കാരിനെതിരായി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ മുന്നണി പോരാളി എന്ന നിലയിൽ ജനങ്ങൾ നൽകിയിട്ടുള്ള അംഗീകാരങ്ങൾ. പാലക്കാട് കോൺഗ്രസ് BJP-യുടെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിനിടയിൽ ആ സ്ഥാനാർത്ഥിക്കെതിരായി വലിയ വികാരമുണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ആ ഘട്ടത്തിലൊക്കെ ഒരു അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും സ്വഭാവത്തിൽ പെരുമാറിയത് കൊണ്ടാണ് അവർക്ക് ഈ വലിയ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നതും സ്വാഭാവികമായി സംഭവിച്ചിട്ടുള്ളതാണ്. അത് അനുഭവിക്കാതെ പറ്റില്ല. ഈ വിജയമെന്ന് പറയുന്നത് പാലക്കാട് അത്യധ്വാനം ചെയ്ത കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള UDF-ന്റെ കർമ്മോജ്വലരായ പ്രവർത്തകരുടെ വിജയമാണ്. ഞാനതിൽ എൻ്റേതായിട്ടൊരു ഭാഗതയും ചെറിയ ഭാഗതയും നിർവഹിച്ചു എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും രാഹുൽ വിജയം അർഹിച്ചിരുന്ന സ്ഥാനാർത്ഥി തന്നെയാണ്. അദ്ദേഹമല്ലാതെ മറ്റാർക്കാണ് അവിടെ വിജയിക്കാൻ യോഗ്യതയുണ്ടായിരുന്നത്? അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ നേതാവ് കേരളത്തിലെ ജനവിരുദ്ധ സർക്കാരിനെതിരായി, പിണറായി വിജയൻ സർക്കാരിനെതിരായ യുവജന പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയായി മാറിയൊരു യുവാവ്. അദ്ദേഹം സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ പാലക്കാട്ടെ ജനങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അത് തന്നെയാണ് വലിയ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. മുനിസിപ്പാലിറ്റി പാലക്കാടടക്കം BJP-ക്ക് വലിയൊരു വിള്ളലുണ്ടാകും. രംഗത്തിൽ ഇത് വലിയ തോതിൽ BJP വിശ്വാസം അവരുടെ ആശയാഭിലാഷങ്ങളെ പ്രതിനിധീകരിക്കാത്ത ആളുകളെ സ്ഥാനാർത്ഥികളാക്കിയ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സ്വാഭാവികമായിട്ട് തിരിച്ചടികൾ ഉണ്ടാകും. ചരിത്രത്തിൽ എത്രയോ തവണ ഉണ്ടായിട്ടുള്ളതാണ്. BJP അവിടെ നടത്തിയിട്ടുള്ള ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഓട്ടോക്രാറ്റിക് എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള അവരുടെ സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മാത്രമല്ല വർഗീയതയുടെ അടിസ്ഥാനത്തിൽ മതം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ, അതിനെല്ലാം പാലക്കാട്ടെ പ്രബുദ്ധരായ ജനങ്ങൾ നൽകിയിട്ടുള്ള കനത്ത തിരിച്ചടിയാണ് സത്യത്തിൽ. ഈ CPM BJP-യുടെ ഭാഷയിലാണ് അവിടെ സംസാരിക്കുന്നത്. മാത്രമല്ല സംസ്ഥാനത്തുടനീളം BJP-ക്ക് മാൻ പവർ കൊടുക്കുന്ന മാൻ പവർ ഏജൻസി നടത്തുന്ന ഏജൻസിയായിട്ട് പിണറായി വിജയൻ CPM മാറിയിരിക്കുകയാണ്. BJP-ക്ക് എവിടെയൊക്കെ എന്തൊക്കെ ആവശ്യമുണ്ടോ ആ BJP-ക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കാൻ തക്കവണ്ണമുള്ള നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ കാലമായി CPM ചെയ്തു വരുന്നത്. അതിന് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. മറുവശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഉൾപ്പെട്ട എല്ലാ അഴിമതി കേസുകളും തേച്ചു മാറ്റി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് BJP-യുടെ നേതൃത്വം ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരസ്പര സഹായ സഹകരണ സംഘമായി ഇരുവരും വർത്തിക്കുമ്പോൾ ഇതൊന്നും മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരാണ് കേരളത്തിലെ വോട്ടർമാരെന്ന് അവർ തെറ്റിദ്ധരിച്ചു പോയി. അതിനുള്ള ഉത്തരമാണ് പാലക്കാട്. ഈ പെൻഷൻ തട്ടിപ്പും സഹകരണ ബാങ്കിലെ അഴിമതിയും അതുപോലെ ഇപ്പോൾ ആരും വായിക്കാറില്ല. വീട്ടിൽ കൊണ്ടുവന്നിട്ടാൽ പോലും അതവിടെ കിടക്കുന്നതാണ് കാണാറുള്ളത്. പക്ഷേ ഇന്നത്തെ കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് യുവജനങ്ങൾ, അവർ രാഷ്ട്രീയമായി ചിന്തരാണ്.
അവരെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യരുത്. അവരെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്ത ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഇതുപോലെയുള്ള തിരിച്ചടിക്കരുത്. ഫോട്ടോ കിട്ടിയാൽ കിട്ടിയല്ലോ.